കുറച്ച് നാളുകൾക്ക് ശേഷം പാണ്ഡു വിവാഹിതനായി. സുരരാജാവിന്റെ മകളായ കുന്തിയെ അയാൾ വിവാഹം ചെയ്തു. കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ മറ്റൊരു രാജകുമാരിയെയും അയാൾക്ക് ഇഷ്ടപ്പെട്ടു. മാത്ര രാജാവിന്റെ സഹോദരിയായ മാദ്രയെ അയാൾ വിവാഹം ചെയ്തു. അങ്ങനെ ഹസ്തിനപുരത്ത് വീണ്ടും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞു. എന്നാൽ അധിക നാളത് നിന്നില്ല. അന്ന് പാണ്ഡു കാട്ടിൽ വേട്ടയാടുകയായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു അയാൾ. ഒരു ജീവിയെയും അയാൾക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. പെട്ടെന്നാണ് ഒരു മാനിനെ അകലെയായി അയാൾ കണ്ടത്. ഉടനടി അയാൾ ആ മാനിനെ ലക്ഷ്യം വെച്ച് അമ്പെയ്തു. അമ്പ് കൃത്യസ്ഥാനത്ത് തന്നെ കൊണ്ടു. പക്ഷേ കരച്ചിൽ ആ മാനിന്റെ ആയിരുന്നില്ല, 2 മനുഷ്യരുടേതായിരുന്നു. ഉടനടി പാണ്ഡു അവിടേക്ക് ഓടി. ആ കാഴ്ച പാണ്ഡുവിനെ ഞെട്ടിച്ചു. ഒരു മഹർഷിയും അദ്ദേഹത്തിന്റെ പത്നിയുമായിരുന്നു അത്. അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് ആ അമ്പ് അവരുടെ 2 പേരുടെയും ഉള്ളിലൂടെ കയറിയത്. മഹർഷിയുടെ തോളിൽ കിടന്ന് പത്നി ഉടനടി കൊല്ലപ്പെട്ടു. പാണ്ഡു നിരവധി തവണ മഹർഷിയോട് മാപ്പപേക്ഷിച്ചു. എന്നാൽ മഹർഷി ഒരു വാക്കുപോലും മിണ്ടുന്നുണ്ടായിരുന്നില്ല. പാണ്ഡു ഭയം കാരണം മഹർഷിയുടെ കാലിൽ വീണ് മാപ്പപേക്ഷിച്ചു. മറ്റൊരു ജീവിക്കും ഈ ഒരവസ്ഥ വരരുതെന്ന ചിന്ത എന്റെ ഉള്ളിലേക്ക് ഇപ്പോൾ വരുന്നു. അങ്ങ് എന്നെയല്ല വേദനിപ്പിച്ചത്, പ്രകൃതിയുടെ ഏറ്റവും ദിവ്യമായ അവസ്ഥയെയാണ് അങ്ങ് വേദനിപ്പിച്ചത്. ഞാൻ അങ്ങയെ ശപിക്കുകയാണ്. അങ്ങേക്ക് ജീവിതത്തിൽ ഒരിക്കലും പ്രകൃതിയുടെ ഈ ദിവ്യ അനുഭൂതി അനുഭവിക്കാൻ കഴിയുകയില്ല. ഒരു സ്ത്രീയുമായി എന്ന് നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുവോ, ദിവസങ്ങൾക്കുള്ളിൽ അങ്ങയുടെ മരണം സുനിശ്ചിതമാണ്. പാണ്ഡുവിന്റെ ശരീരം അടിമുടി ഭയന്നു. കൊട്ടാരത്തിലെത്തിയ ശേഷം അയാൾക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഭയം പതിയെ പതിയെ അയാളെ കാർന്ന് തിന്നുവാൻ തുടങ്ങി. രാജ്യകാര്യങ്ങളിൽ അയാൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെയായി. ശേഷം നിരവധി ദിവസത്തെ ആലോചനകൾക്ക് ശേഷം പാണ്ഡു ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ഭയം കാരണം പാണ്ഡു തന്റെ ജ്യേഷ്ഠന് രാജ്യം നൽകി ഭാര്യമാരെയും കൂട്ടി കൊട്ടാരത്തിൽ നിന്നും വിടവാങ്ങി. ശേഷജീവിതം ഒരു വനത്തിലാക്കാമെന്ന് അയാൾ തീരുമാനിച്ചു. പക്ഷേ കുട്ടികൾ തനിക്ക് വേണമെന്നുള്ള കടുത്ത ആഗ്രഹം പാണ്ഡുവിനുണ്ടായിരുന്നു. ഹസ്തിനപുരത്തിന് തന്റെ ഭാഗത്തു നിന്നും അവകാശികൾ വേണമെന്നുള്ള ആഗ്രഹം അയാളിലുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ? മഹർഷിയുടെ ശാപം തന്നെ വിട്ടു പോവാത്തിടത്തോളം കാലം എങ്ങനെ തനിക്ക് കുട്ടികളുണ്ടാകും? തന്റെ തലമുറ നിന്നുപോകുമോ?